അപ്പോ ഹിജാബാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന മുട്ടകാട്ടം വലിയൊരു പ്രശ്നം. ഒരു ചെറിയ ലോജിക്കൽ ചിന്തിച്ചാൽ മതി. ആ സ്കൂളത്തെ നിയമം ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണത്. ആ സ്കൂളത്തെ നിയമം അതിൽ മൗലികാവകാശവും മറ്റും മറിച്ചൊക്കെ മാറ്റി നിർത്തുക. ഒരു സ്കൂളിൽ ചേർന്നതിന്റെ മുമ്പ് തന്നെ ഒരു പറയണ്ടേ ഇങ്ങനെ ഇവിടെ നിയമമുണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് തട്ടിടാൻ പറ്റൂല, അങ്ങനെ അവരെ ബൈലോല് അതുണ്ടെങ്കിൽ ആ സ്കൂൾക്ക് പോകാത്തതാണ് മിനിമം ഒരു മാന്യത. ഞാനൊക്കെ പഠിച്ചത് ക്രസന്റ് ബോർഡിംഗ് മദ്രസ എന്ന ചേളാരി സമസ്തക്ക് കീഴിലുള്ള SKSSFന്റെ കീഴിലുള്ള ഒരു ബോർഡിംഗ് മദ്രസയിലാണ്, ഒരു ഹോസ്റ്റലിലാണ്. അവിടെ ഹിന്ദു മുസ്ലിങ്ങൾ ഇടകലർന്ന് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് ചേളാരി SKSSFന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സാഹോദര്യത്താൽ, ഞങ്ങളുടെയൊക്കെ ഒരു മാഷും ടീച്ചറും എല്ലാം ഹിന്ദു സമുദായത്തിൽ നിന്ന് വന്നവരാണ്. അതിന്റെ മാനേജ്മെന്റ് മുസ്ലിമാണ് എന്ന് കരുതി അവിടെ ബൈലോലൊന്നും ഹിന്ദുക്കൾ തട്ടിട്ട് വരണം, അതേമാതിരി ഒരു മലക്ക് വേഷം അണിഞ്ഞാൽ കറുപ്പും ഇടാൻ പാടില്ല, അങ്ങനൊന്നും അവിടെ അല്ല. അവിടെ ബൈലോയിൽ അത് പറയണില്ല. ഹിന്ദുക്ക് ഹിന്ദുവിന്റെ വേഷം, മുസ്ലിമിന് മുസ്ലിമിന്റെ വേഷം. ഒരാള് നിർബന്ധിച്ച് ഒന്നുമില്ല. അങ്ങനെ പഠിച്ച ഒരു സ്ഥാപനമാണ്. ഒക്കെ ഓർമ്മയുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സുകള് ഇന്റർവെല്ലായാലും, ഞങ്ങളൊക്കെ ഹോസ്റ്റലിലാണ്. ഇന്റർവെല്ലായി കഴിഞ്ഞാൽ നമ്മളും നമ്മളെ ഫ്രണ്ട്സൊക്കെ പോയിക്കാണ്ട് അപ്പുറത്തെ, ഞങ്ങള് ഹോസ്റ്റലിന്റെ മുതൽ ചാടും, അപ്പുറത്തെ അപ്പുട്ടങ്കാക്കാന്റെ കടയിൽ പോയിക്കാണ്ട് ഔല് മിൽക്ക് ഞങ്ങളെല്ലാരും ഇന്നോനൊന്നുമില്ല. അതൊന്നും നമ്മളെ മനസ്സിൽ അതേ ഇല്ല, ഒന്നുമില്ല. ഹിന്ദു മുസ്ലിം അങ്ങനൊന്നും ഇല്ല. നമ്മളെ ചങ്ങായിമാര്. ഇപ്പൊ എന്താന്നറിയില്ല, 2014 ശേഷം വാർത്ത തുറന്നാല് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം. ലാസ്റ്റ് എല്ലാരും കൂടി ഒരു തച്ച് പിരിയുടെ കാലം വരെ, അതാണ് കുറെ ആൾക്കാർക്ക് ആവശ്യം. ആ കാലം വരെ ഇത് ഇവിടെ നിർത്തും. എന്തൊക്കെയായാലും പക്ഷെ ഇതിൽ വേറൊരു മറുവശം ഉണ്ട് കേട്ടോ. സംഘികളെന്ന് പറഞ്ഞ പരവിഷങ്ങൾ, സംഘികളെന്ന പറഞ്ഞ പരവിഷങ്ങൾ ഹിന്ദു സമുദായത്തെ നശിപ്പിക്കുന്ന, അവരെയെല്ലാം ഞങ്ങളാണ് അവരുടെയൊക്കെ എന്തോ ആണെന്ന് പറഞ്ഞ് ഹിന്ദു സമുദായത്തെ നശിപ്പിക്കുന്ന ഈ സംഘികളെന്ന പരമാക്രികളുണ്ടല്ലോ, ഇത് ഏതെങ്കിലും മുസ്ലിം സ്ഥാപനത്തിലാണ് ഈ ബൈലോല് ഹിന്ദുസ് ഇങ്ങനെ തട്ടിട്ട് വരണം എന്നുള്ളത് പറഞ്ഞാല് അത് അവിടുത്തെ ബൈലോ നിയമമാണെന്ന് ആരും പറയില്ല. മുസ്ലിം സ്ഥാപനങ്ങളോടാണ് പറയാനുള്ളത്. എല്ലാ സ്ഥാപനത്തിനും ഇഷ്ടമുള്ളവര് ഈ സ്ഥാപനത്തിൽ പഠിക്കണമെന്ന്, അവർക്ക് ഈ മാനേജ്മെന്റിന്റെ കീഴിൽ എനിക്ക് പഠിക്കണമെന്ന് ആവശ്യമായി അവർ വരുമ്പോൾ അവിടെ ബൈലോല് തട്ടടണമെന്നോ പൊട്ടിടരുതെന്നോ, ഓല ആഘോഷ ദിവസങ്ങളിൽ ഓല് ആചരിക്കുന്ന ഡ്രസ്സ് ധരിക്കണീന് അത് പാടില്ലാന്നോ ദയവ് ചെയ്ത് എഴുതി തീർക്കരുത്. എന്റെ ഒന്നും ആവശ്യം നമുക്ക് ഇല്ലടേ. പിന്നെ ആരെങ്കിലൊക്കെ ക്രിസ്ത്യൻസ് സ്കൂളിൽ പോകുമ്പോ അവരെ നിയമങ്ങൾ നമ്മൾ ബഹുമാനിക്കണം. അന്യമതസ്ഥന്റെ നിയമങ്ങൾ ബഹുമാനിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മതമല്ലേ ഇസ്ലാം. ഹദീസില്ലേ അവരുടെ ആചാരങ്ങളെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന്. ലക്കും ദീനക്കും വലിയ ദീൻ, എനിക്ക് എന്റെ മതം, അവർക്ക് അവന്റെ മതം. ഏതായാലും ആ സ്കൂളിൽ പോകാതെക്കുക. നമുക്ക് തട്ടം ധരിച്ച് പോകണോല, എനിക്ക് അങ്ങനെ പോയി തീരൂ എന്നുള്ളവരെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവാ. നമ്മളെ ഗവൺമെന്റ് സ്കൂളിൽ അവിടെ ആർക്കും ആരുടെ വേഷം, തട്ടണവർക്ക് തട്ടം, സ്കൂളിലൊരു യൂണിഫോം ഉണ്ടാവും, അതിന്റെ പുറമെ തട്ടടണവർക്ക് തട്ടം, ഇടാത്തവർക്ക് പാടില്ല. അത് അങ്ങനെയുള്ള സ്കൂൾക്ക് പോവാ. ഗവൺമെന്റ് ആക്കണം എന്നില്ല. ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്, തട്ടണവർക്ക് തട്ടട, അല്ലാത്തവർക്കല്ല. ഞാൻ പഠിച്ചത് ക്രസന്റ് എന്ന് പറഞ്ഞ CRHSS വെളിമുക്ക് എന്ന് പറഞ്ഞ സ്കൂളിലാണ്. അവിടെ സംഭവമാണ്, എല്ലാവിധത്തിലും സംഭവമാണ്. ഓക്കെ, വെറുതെ എന്തിനാ ഒഴിവാക്കി ചീള് കേസ് പോണ്ട.